നമ്മുടെ കുട്ടിയുടെ കാഴ്ചപ്പാടായി മാറും. പേഴ്സ്പെക്റ്റീവ് എന്നാ പറയുക. കാഴ്ചയാണ് കാഴ്ചപ്പാടായി മാറുക. കുട്ടി എന്താ കാണേണ്ടത്? ഇത്രയും ദീനുള്ള വാപ്പ, ഇത്രയും ദീനുള്ള ഉമ്മ, എന്ത് രസമായിട്ടാ ജീവിക്കണേ പഠിച്ചോനെ എന്ന് കുട്ടിക്ക് തോന്നിയാലല്ലേ കുട്ടി ഭാവിയിൽ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. നല്ല ദീനുള്ള വാപ്പ, നല്ല ദീനുള്ള ഉമ്മ, രണ്ടാളും തമ്മിൽ നേർക്ക് നേരെ കണ്ടാൽ അപ്പ തുടങ്ങും അടി. കുട്ടി പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? നിങ്ങൾ പറയും. കണ്ടതാണ് കുട്ടി പഠിക്കുക എന്നും അതാണ് ഓർത്തിരിക്കുക എന്നും എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുക അപ്പൊ കുട്ടി നന്നാവും, നമ്മളും നന്നാവും. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയും? ഒരു സ്റ്റിക്കർ ഉണ്ടാക്കണം. സ്റ്റിക്കർ ഓക്കെ, എന്താ സ്റ്റിക്കർ മേൽ എഴുതേണ്ടത്? സ്റ്റിക്കർ മേൽ ഇങ്ങനെ എഴുതുക: കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. എല്ലായിടത്തും ഒട്ടിക്കുക. അടുക്കളയിൽ 3 എണ്ണം ഒട്ടിക്കണം. അവിടെയാണ് നമ്മളെ ആളുണ്ടാവുക. 3 എണ്ണം വലിയ സ്റ്റിക്കർ ആയിക്കോട്ടെ. റെഡി? നിങ്ങൾ റോട്ടുമേലൊക്കെ ഒരു സാധനം കണ്ടില്ലേ? ഈ ബോർഡുകൾ റോട്ടുമ്പോൾ കണ്ടിണോ? ഇവിടെ കണ്ട് ക്യാമറകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് സ്പീഡ് ഇറക്കുക അല്ലേ? അപ്പോഴേ ഒരു ബോധം ഉണ്ടാകും. പക്ഷെ ക്യാമറ ഉണ്ടാ പിടിക്കുന്ന ഉറപ്പാണ്. ഇതിനേക്കാളും വലിയ ക്യാമറ ഈറ്റിങ്ങൊക്കെ ഈ കുട്ടിക്ക് യജാതി ക്യാമറ എന്നറിയാം. ഇതിങ്ങനെ നോക്കിയെടുക്കുക. കുട്ടി ഉമ്മ എങ്ങനെയാണ്, ബാപ്പ എങ്ങനെയാണ്, ഉമ്മന്റെ മുഖത്തെ ഭാവം എന്ത്, ബാപ്പ എന്താ സ്ഥിതി അല്ലേ? ഗൾഫിൽ നിന്ന് വാതില് തുറന്ന് ബാപ്പാന്റെ മുഖം കണ്ട 5 വയസ്സുകാരി പെൺകുട്ടി ഓടിച്ചെന്ന് ഉമ്മനോട് പറയാണ്, ഇന്ന് നല്ല മൂട്ടിലല്ല കേട്ടോ ഉമ്മാന്ന്. സിഗ്നൽ കൊടുക്കുക കുട്ടി. ബാപ്പാന്റെ മുഖം കണ്ടപ്പോ കുട്ടിക്ക് മനസ്സിലായി ബോസിനോട് ചീത്തട്ടാ വരുന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുഖം എങ്കിൽ വീട്ടിൽ നിന്ന് കയറിനോടത്ത് മുതൽ ഒട്ടിച്ചു തുടങ്ങാൻ എത്ര സ്റ്റിക്കർ എടുക്കണം പറഞ്ഞോളി? എത്രമാണ്? എല്ലായിടത്തും എന്താ ഒട്ടിക്കണ്ടേ? കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. അത് കാണുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആക്കും പോലെ അത് കാണുമ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കണം, ഡീസൻ്റ് ആയി നിൽക്കണം. ബാപ്പ ഉമ്മയെ സ്നേഹിക്കുന്നത്, ഉമ്മ ബാപ്പയെ സ്നേഹിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നല്ല സ്നേഹമുള്ള ഭാര്യാഭർത്തൃ ബന്ധമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടികളെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ കുട്ടികൾക്ക് എങ്ങനെയാണ് കയറിപ്പോയി, വലിയ കുഴപ്പമില്ല. കുറച്ച് കുഴപ്പം കുട്ടിയൊക്കെ ഉണ്ടാവും, കുട്ടിയല്ലേ പോയിണ്ടാവും. ബാപ്പി ഇനിയും പ്രശ്നമാണെങ്കിലോ കുട്ടി നന്നാവില്ല. എങ്ങനെ നന്നാവും? ഒക്കെ കാണും. നാട്ടിലാണെങ്കിൽ കുറച്ച് മുറ്റത്തേക്ക് ഇറങ്ങും. അതിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബാപ്പയും ഉമ്മയും ബെഡ്റൂമിൽ നിന്ന് കച്ചറ ഉണ്ടാക്കുന്നത് പോലും തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന കുട്ടികൾ കേൾക്കണ്. എങ്ങനെ ഈ കുട്ടി നന്നാവേണ്ടത്? അപ്പോ ഈ പാരന്റിങ്ങിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്നത് നിങ്ങളുടെ കുട്ടി നിങ്ങളെ കാണുന്നു എന്ന ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവലാണ്. ആ ബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാരന്റിങ്ങിന്റെ രീതി, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കുട്ടികളെ ഓർത്ത് വലിയ വിഷമത്തിലേക്ക്, സങ്കടത്തിലേക്ക് നമ്മൾ അങ്ങനെ പോവേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കളെ വളർത്തലിലെ അടുത്ത കാര്യം എന്താണെന്നറിയും? ഒരു കറി വെക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒരേപോലെയാണ്. കറി വെക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒരേപോലെയാണ്. മറക്കൂലല്ലോ. എന്താ കറി വെക്കുമ്പം വേണ്ടത്? നിങ്ങളൊക്കെ ഗൾഫുകാരായതുകൊണ്ട് ഒറ്റയ്ക്ക് കറി വെച്ച് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി പഠിച്ചില്ല? ഇല്ല. കറി ഒറ്റയ്ക്ക് വെക്കുവോ? അത്യാവശ്യത്തിനൊക്കെ ഭാര്യ നാട്ടിൽ പോയാലെങ്കിലും അല്ലേ കറി വെച്ച് പഠിച്ചിട്ടുണ്ടാവും. കറി വെക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മുളക് എത്ര ഇടണം? നിങ്ങളിഞ്ഞു പഠിക്കാണ്ട് കേട്ടോ. കറിക്ക് മുളക് എത്ര ഇടണം? 3 സ്പൂൺ. എത്ര അല്പുള്ള സ്പൂണാണ് നിങ്ങൾ ഉദ്ദേശിച്ച്? നിങ്ങളെ സ്പൂണൊന്ന് കാണിക്ക്. എല്ലാ കറിയിലും 3 സ്പൂണാ?
6 സ്പൂണ്, എല്ലാത്തിലും 6 സ്പൂണാ പാകത്തിന്. എന്താ ഈ പാകം? അത് കറിക്കനുസരിച്ചിരിക്കൂലേ, ഇരിക്കൂലേ? മുളക് പോട്ടെ, ഉപ്പ് എത്ര ഇടണ്ടി? ഉപ്പ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെള്ളം. ഈ മീൻ കറിയാ വെക്കണേ, മീൻ എത്ര ഇടണ്ടി? മീൻ കൂടിയ മീൻകറി നന്നാവോ മോശമാവോ? മുളക് കൂടിയാലോ? മഞ്ഞൾ കൂടിയാലോ? പോട്ടെ, മുളക് കുറഞ്ഞാലോ? മഞ്ഞൾ കുറഞ്ഞാലോ? ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? കറി വെക്കുന്നതും മക്കളെ പോറ്റുന്നതും ഒരേപോലെയാണ് അല്ലേ? അല്ലേ പറഞ്ഞ് ഇങ്ങനല്ലേ? അപ്പൊ കറിയിൽ കൂടിയപ്പം പ്രശ്നമായി, കുറഞ്ഞപ്പോഴോ? ഇനി മക്കളെ കുറിച്ച് ആലോചിച്ച് നോക്കിയ, മക്കൾക്ക് എല്ലാം അമിതമായി നൽകിയ നന്നാവൂ? കൊടുത്തില്ലെങ്കിലോ? ഞാനിനി ഓരോ സാധനം പറയാം. സ്നേഹം എത്ര സ്പൂണ് വേണം? കുട്ടിയൊക്കെ സ്നേഹം എത്ര സ്പൂണ് വേണം? സ്നേഹിക്കണം. എത്രത്തോളം? സ്നേഹം കെട്ട് കൂടിയിട്ട് എല്ലാം കെട്ട് ചെയ്തു കൊടുത്താലും അപ്പോഴാണ് നമ്മൾ വളരെ ഉഷാറാണ്. കുട്ടി ഒരു പൊട്ടൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു കുട്ടീനെ കൊണ്ടുവരിക എൻ്റെ ക്ലിനിക്കില്. മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു വരാം, നിങ്ങളൊരു ചായ കുടിച്ചു പോകാം. ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ട്, നല്ല ചായ ഇട്ടു, നിങ്ങൾ ചായ കുടിച്ചു പോകാം. ചെറുക്കം പഠിക്കുന്നത് +1. ഇവൻ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാ അറിയോ? സാർ ഇവനൊരു ഉഷാറില്ല, ഒന്നും കൊണ്ട് ആളത് ശരിയാവില്ല ഇതൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്ന്. അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അത് ഇറങ്ങി. എൻ്റെ മുമ്പ് ഈ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ട് ഞാൻ കാണുന്ന കാഴ്ച എന്താ അറിയോ? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പുറത്താ ബേക്കറി. ഒരു കൈ അച്ഛൻ പിടിച്ചാണ്, മറ്റേ കയ്യോ അമ്മ. ചെക്കൻ എന്തിനാ പഠിക്കുന്നത്? +1. എന്നിട്ട് അമ്മ വലത്തോട്ടും അച്ഛൻ ഇടത്തോട്ടും നോക്കുക, വണ്ടി വരുന്നുണ്ടാവും. ചെക്കന് മേലോട്ട് നോക്കിക്കണം. ഓനിത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവര് വലിക്കുമ്പോ ഓരോ കൂടെ ചെന്നാൽ മതി. ഈ ചെക്കനാണോ നീ കൗൺസിലിംഗ് കൊടുക്കണ്ടേ? തന്തനും തള്ളക്കുവാണ് കൗൺസിലിംഗ്. നിങ്ങൾ പറയും. അപ്പൊ ഞാന് പിറകുന്ന് ഞാൻ നിസ്കരിക്കാനൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു, പിന്നെ അവന്റെ കൈ വിട്ടേക്ക്. അയാള് കയ്യോട് വിട്ടേക്ക്. അപ്പൊ അയാളെ കൈ വിട്ട്, അമ്മയുടെ കൈ വിട്ടേക്ക്, കൈ വിട്ട്. പക്ഷെ ചെക്കൻ അങ്ങനെ കുന്തം പോലൊക്കെയാണ്, ഓണിഞ്ഞു പോകാൻ കഴിയില്ല. ഇവനൊരു പ്രഷർ വരുമ്പോൾ പോവുക. എന്തിനാ ചെക്കനെ പറ്റുക? എന്തിനാ? അപ്പൊ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ? കുട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകണം. ഞാനും നിങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നു അറിയോ? നമ്മുടെയൊക്കെ വാപ്പ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുക. നീ എന്നെ ചെയ്യണം കേട്ടോ, പിന്നെ ചോദ്യമില്ല. നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം കൊടുക്കല്ലോ. ഇവിടെ പീടിയെ പോലാരാ? മീൻ വാങ്ങലാരാ? മീൻ വാങ്ങൽ ആരും ഇല്ലല്ലോ. ഇപ്പൊ വിളിച്ചെറിഞ്ഞാൽ ബെല്ലടി കേൾക്കും, മീന് വന്നു വാങ്ങി വെക്കുക. പച്ചക്കറി എത്ര ബൈക്ക്. ഞാൻ 4 കൊല്ലം മുമ്പ് ദുബായിൽ വന്നപ്പോ ഇത്രയും സ്കൂട്ടർ ഇല്ല ഇവിടെ. എല്ലാ സ്കൂട്ടറിന്റെ ബാക്കിൽ ബോക്സാ. എന്താ ഒരു കൊണ്ടുപോണ്? മീന്, ഗ്രോസറി, എന്തും ഒരേ എത്തിക്കാണ്. കുട്ടീൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് ശരിക്ക്? എന്നിട്ട് ഈ കുട്ടീനെ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഏതോ ഒരു CBSE സ്കൂളിൽ ചേർക്കും. ഈ സ്കൂളുകാരുടെ വിചാരം ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനുള്ള ഒരു ജന്തുവാണ്. അങ്ങോട്ട് തുടങ്ങും പഠിപ്പിക്കൽ, പരീക്ഷയോട് പരീക്ഷ. LKG ചേർത്തിയ കുട്ടിയാണ് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടത്, I am fed up with my life. ഓനത് LKG മടുത്തു. ഇനി ഇവനെ നമ്മൾ തള്ളിക്കൊണ്ടുപോവാ +2. എന്തൊരു വൃത്തികെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം! ആരാ പറഞ്ഞത് ഇങ്ങനെ? എന്നിട്ട് ആകെ കുട്ടിക്ക് ഒഴിവിട്ട് വെള്ളി അല്ലെങ്കിൽ ഞായർ, അന്ന് ഒരാഴ്ചത്തെ പണിയും കൊടുത്താൽ സ്കൂളിൽ വിടുക. നിങ്ങളിപ്പോൾ നിങ്ങളെ കുട്ടീനെ പോയിട്ട് വിളിച്ചു നോക്ക്. 10 പഠിക്കുന്ന 9 പഠിക്കുന്ന കുട്ടീനെ പോയിട്ട്, മോളൊരു ക്ലാസ് ഉണ്ട് 2 മണിക്കൂർ ഇസ്ലായി സെന്ററിൽ പോകുന്നത്. പാപ്പ ഇഷ്ടം പോലെ ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന പണിക്ക് നിങ്ങൾക്ക് എത്ര കൂലി കിട്ടുന്ന അറിയോ? 2000 ദിർഹം, 4000 ദിർഹം. ഇതല്ലേ നിങ്ങളെ കൂലി അല്ലേ? നിങ്ങൾ ചെയ്യുന്ന പണിനേക്കാൾ ഇരട്ടി പണി കുട്ടി എടുക്കുന്നുണ്ട്, കൂലില്ല എന്നേ ഉള്ളൂ. എന്നിട്ട്
എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ ഒരു പ്രിൻസിപ്പാളും കുറേ മാഷന്മാരും. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞ മാഷ പണിയാണ് പോകും. അതുകൊണ്ട് മാഷ പണി എന്താ? കുട്ടീനെ സ്ട്രെസ്സാക്കുക. ഈ സ്ട്രെസ്സും വീട്ടിലെ സ്ട്രെസ്സും പുറത്തൊക്കെ കൂടി ചെന്ന് കുട്ടി ഇങ്ങനെ വേറെന്തോ ഒരു ജീവിയായിട്ട് മാറി. ഒരു +1 ഒക്കെ എത്തുമ്പോഴേക്ക് അതിങ്ങനെ മുഖത്തേക്ക് നോക്കണ കണ്ടാൽ എന്തോ ഒരു ജീവി നോക്കണേര് അർക്കം പോണ കുട്ടി. അടുത്ത കൗൺസിലിംഗ്. ഒരു മനുഷ്യനെ അവനെ മനുഷ്യനാക്കുന്ന ഘടകത്തിന്റെ പേര് പേഴ്സണാലിറ്റി എന്നാണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വം. മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ എണ്ണിയ സാധനം അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു പോത്ത്, ആട്, പട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പെരുന്നാളിന് അറക്കാൻ കൊണ്ടുവന്ന ആടിനെ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടോ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ആട്? നിങ്ങൾ കേട്ടോ പറയണത് ഉണ്ടോ? പോത്തിനെ കണ്ടിട്ട് പെരുന്നാൾ ഇറക്കാൻ കൊണ്ടുവന്ന് എന്താണ് പോത്തിന്റെ ഒരു വ്യക്തിത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു സാധനം മൃഗത്തിനില്ല. മനുഷ്യന്റെ ക്വാളിറ്റിയുടെ പേരാണ് പേഴ്സണാലിറ്റി എന്നത്. കുട്ടിയെ വളർത്തുമ്പം അതിന്റെ കൂടെ വളരേണ്ടത് എന്താ? അത് നിങ്ങൾ വിട്ടു. നിങ്ങളെ വിചാരം CBSE സ്കൂളിലെ 1ാം റാങ്കാണ് കുട്ടിന്റെ വിജയം എന്നാ? അല്ല. കുട്ടി ഒരു ആവറേജ് പഠിച്ചാൽ മതി. അയ്യർ ചിന്തന പോയിക്കാണ്ട് എല്ലായിടത്തും വലിച്ചെറിയണ്ട കേട്ടോ. ഇത് കേൾക്കേണ്ട കുട്ടികൾ പഠിക്കാതിരിക്കണ്ട. പക്ഷെ പഠനം ഒരു പാൽപ്പായസം പോലെയാണ് വേണ്ടത്. പക്ഷെ കുട്ടിക്ക് അത് സ്ട്രെസ്ഡ് ആവുകയാണ്. അതോടുകൂടി മടുക്കാണ് കുട്ടിക്ക്. പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ എളുപ്പമാണ്. ചില കുട്ടികൾ വീട്ടിലുണ്ടാവും ഹൈലി സ്റ്റുഡിയസ് ആയിരിക്കും. ടീച്ചർ കൊടുക്കുന്നു, ഒരിക്കുന്നു. നമ്മളെപ്പോഴും തിരിച്ചറിയപ്പെടേണ്ടത് എന്താണെന്നറിയോ? ഞാനിപ്പോ ഇങ്ങനെ നിൽക്കാണ്, എൻ്റെ മുമ്പില് കുറേ പാത്രം ഉണ്ട് എന്ന് വിചാരിച്ചോ കുറേ പാത്രം ഉണ്ട് എൻ്റെ മുമ്പിൽ. ഇങ്ങനെ നിങ്ങളൊക്കെ പാത്രങ്ങളാണ്. ഒരു പാത്രം ബിരിയാണി ചെമ്പാണ്. എന്താ പാത്രം? ബിരിയാണി ചെമ്പാണ്. വേറൊരു പാത്രം ബക്കറ്റാണ്. ബിരിയാണി ചെമ്പുണ്ട്, ബക്കറ്റുണ്ട്, ഉപ്പുമാങ്ങ ഭരണി ഉണ്ട്. നാട്ടിൽ കഷായം കിട്ടുന്നു. കഷായം കിട്ടണോ? കഷായത്തിന്റെ കുപ്പിയുണ്ട്. സെന്റ് ഇടണുണ്ട്. സെന്റ് കുപ്പിയുണ്ട്. എല്ലാ പാത്രവും കുപ്പിയും ഞാൻ മൂടിയൊക്കെ തുറന്ന് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ചതാ. ഓക്കെ അല്ലേ? എന്തൊക്കെയാ ഉള്ളത്? ബിരിയാണി ചെമ്പ്, ബക്കറ്റ്, കുറെ പാത്രങ്ങള്, കഷായക്കുപ്പി, ഓർലിക്സിന്റെ കുപ്പി, സെന്റ് കുപ്പി, ഇതൊക്കെ ഉണ്ട്. ഞാൻ എന്താ ചെയ്തറിയോ? ഒരു ബക്കറ്റില് പായസം കൊണ്ടുവന്നിട്ട് ഒരു മഗ് കൊണ്ട് ഈ പായസം ഇങ്ങനെ മുക്കിയിട്ട് എൻ്റെ മുമ്പിലുള്ള പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കുകയാണെന്ന് വിചാരിച്ചോ ബിരിയാണി ചെമ്പിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മുകളിൽ എത്തുന്നതൊക്കെ അത് വിഴുങ്ങും അല്ലേ? വിഴുങ്ങൂലേ? ബക്കറ്റോ? ബിരിയാണി ചെമ്പിലായ അത്ര ആയിട്ടില്ലെങ്കിലും ബക്കറ്റിൽ കുറച്ചൊക്കെ ആയിണ്ടാവും അല്ലേ? ആയിണ്ടാവില്ലേ? കഷായ കുപ്പിയിലോ, സെന്റ് കുപ്പിയിലോ? നിങ്ങൾ ഈ പാത്രത്തിനൊക്കെ പകരം കുട്ടീനെ ഒന്ന് ആലോചിച്ച് നോക്കിയ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ദർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ? CBSE സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടി ബിരിയാണി ചെമ്പാണ്. എന്തു കൊടുത്താലും ആ കുട്ടിക്ക് ഇതൊരു പ്രശ്നമല്ല. സെന്റ് കുപ്പിക്ക് എന്താ ചെയ്യുക? ആ സെന്റ് കുപ്പി കണ്ട് എടുത്തിട്ട് പായസത്തിൽ 3 ദിവസം മുക്കി വെച്ചിട്ട് എടുത്തു നോക്കിയാലും ഒരു തുള്ളി അതിനുള്ളിലായിണ്ടാവില്ല. ഈ കുട്ടി അബുദാബിയിലാണ് ഈ സെന്റ് കുപ്പി ഉള്ളതെങ്കിൽ ഈ കുട്ടി എന്താ ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ചേർത്ത വേറെ സ്കൂളുണ്ടോ? നമുക്കാണെങ്കിലും മോഹം ഭയങ്കര കൂടുതലാണ്. ഗൾഫിലൊക്കെ വന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായപ്പോ എനിക്ക് കിട്ടാത്തതിന്റെ മക്കൾക്ക് കിട്ടണം. എന്നിട്ട് മോനെ കൊണ്ട് ചേർത്തിയത് ബ്രിട്ടീഷ് സ്കൂള്, മോളെ കൊണ്ട് ചേർത്തിയത് അമേരിക്കൻ സ്കൂള്. ഇത് സെന്റ് കുപ്പിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് വേണ്ടേ? അപ്പൊ കുട്ടികളെ പോറ്റുമ്പോ ഒന്ന് കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് ഒരു സാധന സ്റ്റിക്കർ നിങ്ങൾ ഒട്ടിക്കണം. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഒട്ടിക്കാനോ? നിങ്ങളെ പോരൊന്നല്ലല്ലോ ഇത്. നാട്ടില് സ്വന്തം പോലെയാണ്. ഒട്ടിച്ച പേരറിയും, നമ്മളെന്നെ പെയിന്റ് അടിക്കണം. നിങ്ങൾ ധൈര്യത്തിൽ ഒട്ടിച്ചോ ഉണ്ടോ? ഒരു സ്റ്റിക്കർ കിട്ടിയോ? രണ്ടാമത്തെ ഒരു സ്റ്റിക്കറും കൂടി നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഒട്ടിക്കണം. അത് മലയാളത്തിൽ എഴുതിയാൽ മതി. അത് കുട്ടിയൊക്കെ മനസ്സിലാവില്ല. ബ്രിട്ടീഷ് സ്കൂളിലല്ലേ കുട്ടി, അതിന് മലയാളം മനസ്സിലാവില്ല. ആ
സ്റ്റിക്കറിൽ എഴുതി വെക്കേണ്ടത് ഒന്ന് ഓർത്ത് വെച്ചോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പറയട്ടെ, നോട്ട് ചെയ്ത് നോക്കൂലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. കുട്ടികൾക്ക് മനസ്സിലാവില്ല, അങ്ങനെ മലയാളത്തിൽ എഴുതിയത്. കുട്ടികൾ അപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ട് ഉമ്മ വാട്ട് ഈസ് മത്തൻ, വാട്ട് ഈസ് കുമ്പളം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മതി കേട്ടോ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മതി. അപ്പൊ രണ്ടാമത്തെ എന്താ കുട്ടീനെ പോറ്റാനുള്ള ടിപ്പ്? എന്താ ടിപ്പ്? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല. കഴിഞ്ഞ്. ഇനി കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റിക്കറിന് മുമ്പിൽ ഒന്ന് പോയി നിൽക്കുക, ഒന്നും ഉണ്ടണ്ട, മനസ്സിലാവും. ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ എടി ഇവിടെ വാ അയച്ചാ ശരി, ഇതാർക്കാന്നറിയോ? ഞങ്ങളതാ. നിങ്ങളെ SLC പാസ്സാക്ക നിങ്ങളെ ബാപ്പപ്പെട്ട പാട് നിങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ് കുട്ടികളെ പോറ്റൽ കഴിഞ്ഞ് എന്തൊരു സിമ്പിളാ. അപ്പോ ഉണ്ടോ, 2 സ്റ്റിക്കറിന്റെ പണിയുള്ളൂ, പ്രശ്നമൊക്കെ തീർന്ന്. മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മക്കൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ? നിങ്ങളും ഭാര്യയും ചേർന്നതാണ് ഈ മക്കൾ. അങ്ങനെ മക്കൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ടാവട്ടെ. ഒന്ന്, ഞാനൊരു മനുഷ്യനാണ് അല്ലേ? എന്തെങ്കിലും ഒരു സംശയം? ഞാൻ വെച്ചാൽ അതെങ്കിലും നിങ്ങളൊന്ന് ആവേശത്തിൽ ഉത്തരം പറയുന്നു. അപ്പോ ഞാനൊരു മനുഷ്യനാണ് ആണ്. എനിക്ക് കുറെ ഗുണങ്ങൾ ഉണ്ടാവുമോ? ദോഷങ്ങളോ? ഒരു ദോഷമില്ലാത്ത മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ എന്തുണ്ടാവും? ഗുണങ്ങളും ദോഷങ്ങളും അടക്കട്ടെ. ഇനി ഒരു പെണ്ണ്, ആ പെണ്ണ് എത്ര അറബി കോളേജിൽ പഠിച്ചാലും എവിടൊക്കെ പഠിച്ചാലും ആ പെണ്ണിന് ഗുണം ഉണ്ടാവുമോ? ദോഷം ഉണ്ടാവും. അപ്പൊ ഗുണം ദോഷമുള്ള ഒരു പെണ്ണ്, ഗുണം ദോഷമുള്ള ഒരു ചെക്കൻ, മനുഷ്യനെങ്ങനെ ഉണ്ടാവുള്ളൂ? ഇവര് കല്യാണം കഴിച്ചു, ഒരുമിച്ചു, അവർക്ക് കുട്ടി ഉണ്ടായി. ഇനി എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഈ ആണിന്റെ ഗുണവും പെണ്ണിന്റെ ദോഷവുമുള്ള കുട്ടി ഉണ്ടാവില്ലേ? ആണിന്റെ പോസിറ്റീവ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും മോനെ. എന്നാ ഈ പെണ്ണിന്റെ കുറേ വാശി, ദേഷ്യം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ കുട്ടീനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? പ്രശ്നമില്ല, ഒരാളെ പോസിറ്റീവ് കിട്ടിയണല്ലോ അല്ലേ? തിരിച്ചു ചിന്തിച്ചു നോക്ക്, ആണിന്റെ നെഗറ്റീവ്സും പെണ്ണിന്റെ പോസിറ്റീവ്സും കിട്ടിയ കുട്ടി ഉണ്ടാവും. നല്ല പോസിറ്റീവ് പെണ്ണുങ്ങൾ ഉണ്ടാവും, അടിപൊളി. ആ ഗുണമൊക്കെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ബാപ്പാന്റെ കുറച്ചൊരു കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ടാവും. ബാപ്പാന്റെ കുരുത്തക്കേട് ബാപ്പാന്റെ അമ്മനോട് ചോദിച്ചാൽ പറഞ്ഞുതരും, മാവുമ്മൽ എത്ര പ്രാവശ്യം കയറിയെന്നൊക്കെ. എന്താ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഈ കുട്ടീനെ മാനേജ് ചെയ്യാൻ സുഖാണോ? ആണോ? ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ ഇല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബാപ്പാന്റെ പോസിറ്റീവും ഉമ്മാന്റെ പോസിറ്റീവും കിട്ടിയാലോ? പറയണ്ട, സൂപ്പർ കുട്ടിയായിരിക്കും. തിരിച്ചോ? ബാപ്പാക്ക് കുറെ നെഗറ്റീവ് ഉണ്ടാവും, അതും ആ ചെക്കന് കിട്ടിയിട്ടുണ്ടാവും. ഉമ്മാക്ക് കുറെ നെഗറ്റീവ് ഉണ്ടാവും, അതും ഇവൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവും. എന്റെ പടച്ചോനെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങളെ കുട്ടീനെ വീട്ടിൽ പോയിട്ട് ശ്രദ്ധിച്ചാൽ മതി, നിർത്തിയിട്ട് നോക്കുക, രണ്ടാളും കൂടി നോക്കിയാൽ മതി. ഇതിന്റെ നെഗറ്റീവാ, ഇതിൻ്റെതാണ്. തീരുമാനമാവും, കൗൺസിലിങ്ങിന്റെ ദോഷം വരില്ല. അപ്പോ നിങ്ങളെ കുട്ടിക്ക് അടുത്ത ഫ്ലാറ്റിലെ ബീരാക്കന്റെ സ്വഭാവം കിട്ടുമെന്ന് വിചാരിക്കരുത്. അതിനാ ഞാൻ 2ാമത്തെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞത്. മത്തം കുത്തിയ അതൊന്നല്ലോ, 2 സ്റ്റിക്കർ മതി പരിപാടി ഉള്ളത്, അത്രേ ഉള്ളൂ. കണ്ടോ? അപ്പൊ കുട്ടി ഇങ്ങനെയാണ്. എന്താ ചെയ്യാൻ പറ്റുക? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ ഭയങ്കര ബുദ്ധിയ ചെന്നൈക്ക് IQ ലെവല് ഒരു മനുഷ്യന്റെ മാക്സിമം IQന്റെ മുകളിലാണ്. നല്ല IQ, എന്തൊരു ബുദ്ധിയ. ആളുകൾ കണ്ടില്ലേ, മുടിയൊക്കെ കൂടി ഷോക്ക് അടിച്ചേരി ബും, കാണാനൊരു കോലമില്ലാത്തൊരു ചക്കൈ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പാര ബുദ്ധിയാ. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് ഒരു സിനിമാ നടി വരികയാണ്. സിനിമാ നടി വന്നിട്ട് സുന്ദരി, വെളുത്ത് ചുവന്ന് സുന്ദരിയായൊരു പെണ്ണ് നടിയാണ്, സൗന്ദര്യത്തിന്റെ അങ്ങേ തല. ഈ പെണ്ണ് ഐൻസ്റ്റീനെ കണ്ട് ഐൻസ്റ്റീനോട് പറയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ തങ്ങളൊരു ബുദ്ധിമാനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. ഐൻസ്റ്റീൻ ചോദിച്ചു, എന്തിന്? ഈ പെണ്ണ് പറഞ്ഞു, താങ്കൾ എന്നെ കെട്ടിയാൽ താങ്കളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവുമുള്ളൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിനെ വെല്ലാൻ ഈ ലോകത്തൊരു മനുഷ്യനുണ്ടാവില്ല.
ആൽബർട്ട് ഐൻസ്റ്റീൻ ഒന്ന് ചിരിച്ചു, എന്നിട്ട് തിരിച്ചു ചോദിച്ചു, തിരിച്ചാണെങ്കിലോ എന്നാ? എന്റെ ഈ സൗന്ദര്യം നിന്റെ ഈ മന്ദബുദ്ധിയാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടീനെ പോലത്തെ ഒരു മന്ദബുദ്ധി വേറെ. എനിക്ക് സൗന്ദര്യമില്ല, ബുദ്ധി കിട്ടിയിട്ടുണ്ട്. നിനക്ക് ബുദ്ധി തീരെ ഇല്ല, അപ്പൊ മനസ്സിലായില്ല നിനക്കില്ല. അതുകൊണ്ട് നിനക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്. പക്ഷെ ഉണ്ടാകുന്ന കുട്ടിക്ക് തിരിച്ചാണെങ്കിലോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ പെണ്ണ് പിന്നെ പോയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിത് ചിന്തിച്ചിട്ടില്ല അല്ലേ? നിങ്ങളെ കുട്ടിക്ക് ഇതുണ്ടാവും. അതുകൊണ്ട് മക്കൾ എന്നത് ഇതാണ്.